ഒരു ശനിയാഴ്ചയും നേരം 4 മണിയുമായിരുന്നു. പെയ്യുമെന്ന് തോന്നിച്ചൊരു മഴ. വഴിമാറിപ്പോയ ആശ്വാസത്തിൽ ആനിയമ്മ പാതി ഉണങ്ങിയ തുണികൾ വീണ്ടും വിരിക്കാൻ പിൻവശത്തെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ജേക്കബ് സാർ 2ാം വായനയ്ക്ക് പത്രമെടുത്ത് മുൻവശത്തെ ചാരുകസേരയിൽ കിടക്കുകയായിരുന്നു. അകത്തൊരു പൂച്ച ഉറങ്ങാനൊരു ചൂട് തിരഞ്ഞ് പാതകച്ചോട്ടിലേക്ക് നടന്നു. അപ്പോഴതാ ഓർക്കാപ്പുറത്തൊരിടിവെട്ടി. ടിവിയുടെ വയറൂരിയിടാൻ ആനിയമ്മ പുറകിലത്തെ വാതിലൂടെയും ജേക്കബ് സാർ മുൻവശത്തെ വാതിലൂടെയും അകത്തേക്കോടി. ആനിയമ്മ എത്തി. ജേക്കബ് സാർ എത്തിയില്ല. മനുഷ്യർക്ക് മരിച്ചു പോകാൻ എന്നാ നേരം വേണം? ആനിയമ്മ അലമുറയിട്ടു. അയൽവക്കംകാർ, നാട്ടുകാർ, ബന്ധുക്കാരെന്ന ക്രമത്തിൽ ആളുകൂടി. ആദ്യം വന്നവർ ജേക്കബ് സാറിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് രാത്രിയോടെ ബോഡിയും കൊണ്ട് തിരിച്ചു വന്നു. ദുബായിൽ നിന്നും ഖത്തറിൽ നിന്നും മക്കൾ വന്നു. ജേക്കബ് സാർ പഠിപ്പിച്ച പിള്ളേർ വന്നു. കൂടെ അധ്യാപകർ വന്നു. ഞായറാഴ്ച 4 മണിയോടെ അടക്കം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് ആൾ പിരിഞ്ഞു. 7 കഴിയുന്നവരെ എപ്പോഴും ആൾക്കാരുണ്ടായിരുന്നു വീട്ടിൽ. ആദ്യം നാട്ടുകാരും പിന്നെ ബന്ധുക്കളും ഏറ്റവും ഒടുവിൽ മക്കളും പിരിഞ്ഞുപോയി. ഏറ്റവും ഇളയവൻ്റെ ഭാര്യയും മക്കളും 30 കഴിഞ്ഞാണ് തിരിച്ചു പോയത്. ആനിയമ്മയെ അവരുടെ കൂടെ ഖത്തറിലേക്ക് കൊണ്ടുപോകാനൊരു പ്ലാൻ. ആനിയമ്മ അമ്പിനും വില്ലിനും അടുത്തില്ല. പൂച്ചയുണ്ട്, കോഴിയുണ്ട്, മുറ്റം നിറയെ ചെടികളുണ്ട്, അപ്പൻ്റെ ഓർമ്മയുണ്ട്, പള്ളിയുണ്ട്, ഒക്കെയും ഇട്ടേച്ചു വരാൻ പറ്റില്ലെന്ന് അവരങ്ങ് തീർത്ത് പറഞ്ഞു.